പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വായനാ സഹായി ആവശ്യമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ biyindia.com/malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് ദിവസം 199. ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ യെശയ്യാ പ്രവചനം അധ്യായങ്ങൾ 16, 17, ജോയേൽ പ്രവചനം അധ്യായങ്ങൾ 3, 4, സുഭാഷിതങ്ങൾ അധ്യായം 10, വാക്യങ്ങൾ 21 മുതൽ 24 വരെ. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യെശയ്യാ അധ്യായം 16. ദേശാധിപതിയുടെ മുട്ടാടിനെ സേലായിൽ നിന്ന് മരുഭൂമിയിലേക്ക്, സിയോൻ പുത്രിയുടെ മലയിലേക്ക് അയക്കുവിൻ. മൊവാബിൻ്റെ പുത്രിമാർ അർണോൻ്റെ കടവുകളിൽ കൂട് തകർന്നലയുന്ന പക്ഷികളെപ്പോലെ ആയിരിക്കും. ഉപദേശം തരിക, നീതി നടത്തുക, മധ്യാഹ്നവേളയിൽ നിന്റെ നിശാതുല്യമായ നിഴൽ വിരിക്കുക, നിഷ്കാസിതരെ ഒളിപ്പിക്കുക, പലായനം ചെയ്യുന്നവരെ ഒറ്റുകൊടുക്കരുത്. മൊവാബേ, എൻ്റെ ഭ്രഷ്ടർ നിന്നോടുകൂടെ വസിക്കട്ടെ. വിനാശകനിൽ നിന്ന് നീ അവർക്ക് അഭയമായിരിക്കുക. കാരണം മർദ്ദകനില്ലാതായി, വിനാശം അവസാനിച്ചു. ചവിട്ടിമെതിക്കുന്നവൻ ദേശത്തു നിന്ന് തിരോധാനം ചെയ്തു. കാരുണ്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും. നീതി അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവനും ധർമ്മോത്സുകനുമായ ഒരുവൻ ദാവീദിൻ്റെ കൂടാരത്തിലെ സിംഹാസനത്തിൽ വിശ്വസ്തയോടെ ഉപവിഷ്ടനാകും. മൊവാബിൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. വലിയ അഹങ്കാരി, അവൻ എത്ര ഗർവിഷ്ഠനും ഉദ്ധതനുമാണ്. അവൻ്റെ വമ്പു പറച്ചിൽ വ്യർത്ഥമാകുന്നു. അതിനാൽ മൊവാബിനു വേണ്ടി നിലവിളിക്കട്ടെ, എല്ലാവരും നിലവിളിക്കട്ടെ. കിർഹാറസത്തിലെ മുന്തിരിയടകളെക്കുറിച്ച് നിങ്ങൾ നൊന്തു വിലപിക്കും. എന്തെന്നാൽ ഹെഷ്ബോൺ വയലുകൾ, സിബ്മായിലെ മുന്തിരിവള്ളികൾ വാടിപ്പോയിരിക്കുന്നു. യാസേർ വരെ എത്തിയവയും മരുഭൂമി വരെ നീണ്ടുകിടക്കുന്നവയും കടൽ മുറിച്ച് കടന്നവയുമായ അവളുടെ ശാഖകൾ ജനതകളുടെ പ്രഭുക്കന്മാർ അരിഞ്ഞുകളഞ്ഞു. അതിനാൽ സിബ്മായിലെ മുന്തിരിവള്ളിയെ ഞാൻ യാസറിനോടൊത്ത് കരയും. ഹെഷ്ബോണെ, എലയാലയെ, എൻ്റെ കണ്ണീർ നിന്നെ നനയ്ക്കും. എന്തെന്നാൽ നിന്റെ ഗ്രീഷ്മഫലത്തെയും കൊയ്ത്തിനെയും കുറിച്ചുള്ള ആരവം നിലച്ചിരിക്കുന്നു. ഫലത്തിനും വിളവിനും മേൽ യുദ്ധകാഹളം മുഴങ്ങുന്നു. സന്തോഷവും ആനന്ദവും തോട്ടത്തിൽ നിന്ന് പോയിപ്പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ ആലാപനമില്ല, ആർപ്പുവിളികളില്ല. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന് വീഞ്ഞു ലഭിക്കുന്നില്ല. ആർപ്പുവിളി ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. അതിനാൽ എൻ്റെ അന്തരംഗം മൊവാബിനെക്കുറിച്ചും ഉള്ളം കീർഹേരസിനെക്കുറിച്ചും വീണക്കമ്പികൾ പോലെ കേഴുന്നു. പൂജാഗിരിയിൽ തളർന്നുവെന്ന് കാണുമ്പോൾ തൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ മൊവാബ് വരും, എന്നാൽ ഫലമുണ്ടാവുകയില്ല. ഇതാണ് മൊവാബിനെക്കുറിച്ച് കർത്താവ് മുമ്പ് അരുൾ ചെയ്തിരുന്ന വചനം. എന്നാൽ കർത്താവ് ഇപ്പോൾ ഇപ്രകാരം അരുൾ ചെയ്യുന്നു: കൂലിക്കാരൻ്റെ വർഷം പോലെ 3 വർഷങ്ങൾക്കുള്ളിൽ മൊവാബിൻ്റെ മഹത്വം അവൻ്റെ മുഴുവൻ ജനക്കൂട്ടത്തോടുമൊപ്പം നിന്ദയായി മാറും. ചെറുതും നിസ്സാരവുമായ ശിഷ്ടഭാഗം ദുർബലമായിരിക്കും. യെശയ്യാ അധ്യായം 17. ദമാസ്കസിനെതിരെ. ദമാസ്കസിനെക്കുറിച്ചുള്ള അരുളപ്പാട്. ഇതാ, ദമാസ്കസ് ഒരു നഗരമല്ലാതാകും, അതൊരു നാശക്കൂമ്പാരമാകും. അരോയറിൻ്റെ നഗരങ്ങൾ ഉപേക്ഷിക്കപ്പെടും, അവിടെ ആട്ടിൻകൂട്ടങ്ങളുണ്ടായിരിക്കും. അവ അവിടെ വിശ്രമിക്കും, ആരും അവയെ ഭയപ്പെടുത്തുകയില്ല. എഫ്രായിമിൻ്റെ കോട്ട തകരും, ദമാസ്കസിൻ്റെ രാജ്യമില്ലാതാകും. സിറിയയിൽ അവശേഷിച്ചവർ ഇസ്രായേല്യരുടെ മഹത്വം പോലെയാകും. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു. അന്ന് യാക്കോബിൻ്റെ മഹത്വം ക്ഷയിച്ചു പോകും, അവൻ്റെ ശരീരത്തിൻ്റെ മേധസ് ക്ഷയിച്ചു പോകും. അത് കൊയ്ത്തുകാരൻ വിളഞ്ഞ ധാന്യം ശേഖരിക്കുന്നത് പോലെയും തൻ്റെ കൈകൊണ്ട് കതിർ കൊയ്തെടുക്കുന്നത് പോലെയും റഫായിം താഴ്വരയിൽ കതിർ ശേഖരിക്കുന്നത് പോലെയും ആയിരിക്കും. ഉലുവ് തല്ലുമ്പോൾ അതിൻ്റെ ഉയർന്ന കൊമ്പുകളുടെ അറ്റത്ത് 2-3 ഫലങ്ങളോ അതിൻ്റെ ശാഖകളിൽ 4-5 കായ്കളോ അവശേഷിക്കുന്നത് പോലെ തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്ന് മനുഷ്യൻ തൻ്റെ സ്രഷ്ടാവിനെ നോക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് തൻ്റെ കണ്ണുകൾ ഉയർത്തുകയും ചെയ്യും. തൻ്റെ കരവേലയായ ബലിപീഠത്തിലേക്ക് നോക്കുകയോ
തൻ്റെ വിരലുകൾ നിർമ്മിച്ച അക്ഷേരാകളെയും ധൂപപീഠങ്ങളെയും വീക്ഷിക്കുകയോ ഇല്ല. അന്ന് അവരുടെ പ്രബല നഗരങ്ങൾ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ഹോരേഷും അമ്മൂര്യരും ഉപേക്ഷിച്ചു പോയ പട്ടണങ്ങൾ പോലെയാകും, ശൂന്യമായി തീരും. എന്തെന്നാൽ നിങ്ങളുടെ രക്ഷയുടെ ദൈവത്തെ നിങ്ങൾ മറക്കുകയും നിങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെ പാറയെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്തു. അതിനാൽ നിങ്ങൾ മനോഹരങ്ങളായ തോട്ടങ്ങൾ നടുകയും അപരിചിതമായ തണ്ട് കുത്തുകയും ചെയ്യുന്നു. നടുന്ന ദിവസം തന്നെ നീ അതിന് വേലികെട്ടും. നീ വിതച്ച ആ പ്രഭാതത്തിൽ തന്നെ നീ അത് മുളപ്പിച്ചാലും ബലഹീനതയുടെയും ശമിക്കാത്ത വേദനയുടെയും ദിനത്തിൽ അത് ചില്ലകളുടെ ഒരു കൂമ്പാരം മാത്രമായിരിക്കും. അതാ സമുദ്രത്തിൻ്റെ മുഴക്കം പോലെ അനേകം ജനതകൾ ആരവമിടുന്നു. പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെ ജനതകളുടെ ഗർജനം. പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെ ജനതകൾ ഇരമ്പുന്നു. എന്നാൽ അവിടുന്ന് അവരെ ശാസിക്കുകയും അവർ ദൂരേക്ക് ഓടിപ്പോവുകയും ചെയ്യും. കാറ്റത്ത് മലകളിൽ പറക്കുന്ന പതിര് പോലെയും കൊടുങ്കാറ്റിൽപ്പെട്ട കാറ്റാടിച്ചക്രം പോലെയും അവർ തുരത്തപ്പെടും. സന്ധ്യാസമയത്ത് ഇതാ ഭീകരത. പ്രഭാതമാകും മുമ്പേ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. നമ്മെ നശിപ്പിച്ചവരുടെ ഓഹരിയും നമ്മെ കൊള്ളയടിച്ചവരുടെ വിധിയും ഇതാണ്. ജോയേൽ അധ്യായം 3. ആത്മാവിനെ വർഷിക്കും. അതിനുശേഷം ഇങ്ങനെയായിരിക്കും: ഓരോ ശരീരിയുടെയും മേൽ എൻ്റെ ചൈതന്യം ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ആ നാളുകളിൽ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ചൈതന്യം ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതങ്ങൾ പ്രദർശിപ്പിക്കും, രക്തവും അഗ്നിയും ധൂമസ്തംഭങ്ങളും. കർത്താവിൻ്റെ മഹത്വം ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്പെടും. കർത്താവ് അരുൾ ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും തീർച്ചയായും രക്ഷപ്പെടൽ ഉണ്ടാകും, കർത്താവ് വിളിക്കുന്നവരായ അതിജീവിതരുടെ ഇടയിൽ തന്നെ. ജോയേൽ അധ്യായം 4. ജനതകളുടെ മേൽ വിധി. എന്തെന്നാൽ ഇതാ, ഞാൻ യൂദായുടെയും ജെറുസലേമിൻ്റെയും അടിമത്തം പിൻവലിക്കുന്ന ആ നാളുകളിലും ആ സമയത്തും ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും യഹോഷാഫാത്ത് താഴ്വരയിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയും ചെയ്യും. അവർ ജനതകളുടെ ഇടയിൽ ചിതറിച്ച എൻ്റെ ജനവും അവകാശവുമായ ഇസ്രായേലിനെ പ്രതി ഞാൻ അവരുമായി അവിടെ വെച്ച് വ്യവഹാരത്തിന് പോകും. എൻ്റെ ദേശം അവർ വിഹിതം വെച്ചു. എൻ്റെ ജനത്തിനു വേണ്ടി അവർ നറുക്കിട്ടു. ഒരു വേശ്യയ്ക്കു വേണ്ടി ഒരു ബാലനെ അവർ വിനിമയം ചെയ്യുന്നു. വീഞ്ഞിനു വേണ്ടി ഒരു ബാലികയെ വിറ്റ് അവർ കുടിക്കുന്നു. കൂടാതെ ടൈർ, സീദോൻ, സകല ഫിലിസ്ത്യ പ്രദേശങ്ങളെ, എന്നോട് നിങ്ങൾക്ക് എന്താണ്? എന്നോട് നിങ്ങൾ പകരം വീട്ടുകയാണോ? എനിക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ തന്നെ തലയിൽ വേഗം ഞൊടിയിടയിൽ ഞാൻ തിരിച്ചെത്തിക്കും. എന്തെന്നാൽ നിങ്ങൾ എൻ്റെ വെള്ളിയും സ്വർണവും എടുത്തു, എൻ്റെ അനർഘനിധികൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ യഹൂദരെയും ജെറുസലേമ്യരെയും അവരുടെ അതിർത്തികളിൽ നിന്ന് അകറ്റുന്നതിനായി യവനർക്ക് വിറ്റു. ഇതാ, നിങ്ങൾ അവരെ വിറ്റ സ്ഥലത്തു നിന്ന് തന്നെ അവരെ ഞാൻ ഇളക്കി വിടുകയും നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ തന്നെ തലയിൽ തിരിച്ചെത്തിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദരുടെ കയ്യിൽ വിൽക്കും. അവർ അവരെ വിദൂരത്തുള്ള സഭയർക്ക് വിൽക്കും. എന്തെന്നാൽ കർത്താവ് സംസാരിച്ചിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ ഇത് വിളംബരം ചെയ്യുവിൻ. യുദ്ധം പ്രഖ്യാപിക്കുവിൻ. ശക്തന്മാരെ ഉണർത്തുവിൻ. സകല യോദ്ധാക്കളും ഒരുമിച്ച് കയറി വരട്ടെ. നിങ്ങളുടെ കുഴുക്കൾ വാളുകളായും വാക്കത്തികൾ കുന്തങ്ങളായും അടിച്ചു പരത്തുവിൻ. ഞാനൊരു യോദ്ധാവാണ് എന്ന് ദുർബലൻ പറയട്ടെ. ചുറ്റും നിന്ന് സകല ജനതകളെ സഹായത്തിനെത്തുവിൻ. കർത്താവെ, അങ്ങയുടെ യോദ്ധാക്കളെ അവിടേക്ക് ഒരുമിച്ച് കൂട്ടണമേ. ജനതകൾ ഉണർന്ന് യഹോഷാഫാത്തിൻ്റെ താഴ്വരയിലേക്ക് കയറി വരട്ടെ. എന്തെന്നാൽ ചുറ്റും നിന്നുള്ള സകല ജനതകളെയും ന്യായം വിധിക്കാൻ ഞാൻ അവിടെ ഉപവിഷ്ടനാകും. നിങ്ങൾ അരിവാൾ വീശുവിൻ. വിളവ് പാകമായിരിക്കുന്നല്ലോ. പോയി ചവിട്ടുവിൻ. മുന്തിരിച്ചക്ക് നിറഞ്ഞിരിക്കുന്നു. തൊട്ടികൾ കവിഞ്ഞൊഴുകുന്നു. അവരുടെ ദുഷ്ടത വലുതാണല്ലോ. അനേകർ വിധിയുടെ താഴ്വരയിൽ. എന്തെന്നാൽ വിധിയുടെ താഴ്വരയിൽ കർത്താവിൻ്റെ ദിനം സമീപസ്ഥമാണ്. സൂര്യചന്ദ്രന്മാർ ഇരുണ്ടുപോകുന്നു. നക്ഷത്രങ്ങൾ തങ്ങളുടെ ശോഭ പിടിച്ചുവെക്കുന്നു. ഇസ്രായേലിന് അനുഗ്രഹം. കർത്താവ് സിയോനിൽ നിന്ന് ഗർജിക്കുന്നു. ജെറുസലേമിൽ നിന്ന് അവിടുന്ന് തൻ്റെ ശബ്ദം മുഴക്കുന്നു. ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുന്നു. എന്നാൽ കർത്താവ് തൻ്റെ ജനത്തിന് അഭയമാണ്, ഇസ്രായേല്യർക്ക് ശക്തിദുർഗവും. എൻ്റെ വിശുദ്ധിയുടെ പർവ്വതമായ സിയോനിൽ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാനെന്ന് നിങ്ങൾ അറിയും. ജെറുസലേം വിശുദ്ധ സ്ഥലമായിരിക്കും.
അന്യർ മേലിൽ അതിലൂടെ കടന്നു പോവുകയില്ല. ആ ദിനമാകുമ്പോൾ പർവ്വതങ്ങൾ മധുരവീഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യൂദായിലെ ചാലുകൾ ജലമൊഴുക്കും. കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ട് ഷിത്തീം അരുവിയെ കുടിപ്പിക്കും. തങ്ങളുടെ ദേശത്ത് വെച്ച് നിഷ്കളങ്ക രക്തം ചിന്തിയ ഈജിപ്ത് യഹൂദ്യരോടുള്ള അക്രമം മൂലം ശൂന്യമാവുകയും ഏദോം നിശൂന്യ മരുഭൂമിയാവുകയും ചെയ്യും. എന്നാൽ യൂദാ നിത്യം വസിക്കും, ജെറുസലേം തലമുറകളോളവും ഞാൻ കുറ്റവിമുക്തമാക്കിയിട്ടില്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ കുറ്റവിമുക്തമാക്കും. കർത്താവ് സിയോനിൽ വസിക്കുന്നു. സുഭാഷിതങ്ങൾ അധ്യായം 10 വാക്യങ്ങൾ 21 മുതൽ 24 വരെ. നീതിമാന്റെ അധരങ്ങൾ അനേകരെ പരിപോഷിപ്പിക്കുന്നു, വിഡ്ഢികൾ ബുദ്ധിശൂന്യത മൂലം മൃതിയടയുന്നു. കർത്താവിൻ്റെ അനുഗ്രഹമാണ് സമ്പത്തുളവാക്കുന്നത്, അവിടുന്ന് അതിനോട് കഷ്ടത കൂട്ടിച്ചേർക്കുന്നില്ല. ആഭാസകൃത്യം ചെയ്യുന്നത് മൂഢന് വിനോദം പോലെയാണ്, വിവേകിയായ വ്യക്തിക്ക് ജ്ഞാനം പിന്തുടരുന്നതും. ദുഷ്ടന്റെ ഭയം തന്നെ അവന് വന്ന് ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹം അവിടുന്ന് നടത്തിക്കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് 199 ദിവസമാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഈ വചന വായനയുമായി എത്തുന്നത്. നാളെ 200 ദിവസം. ഏതാണ്ട് 200 ദിവസങ്ങൾ ദൈവത്തോടൊത്ത് യാത്ര ചെയ്യാൻ ദൈവം തന്ന അവിടുത്തെ അനന്തവും അപരിമേയവുമായ കരുണയെ ഓർത്ത് സത്യമായും നമ്മുടെ കണ്ണുകൾ ഈറനണിയേണ്ടതുണ്ട്. ഓരോ പ്രഭാതത്തിലും ശിഷ്യനെ എന്ന പോലെ എൻ്റെ കാതുകൾ അവിടുന്ന് ഉണർത്തി എന്ന് യെശയ്യാ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ എത്ര സ്നേഹത്തോടെ ദൈവം നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിച്ച അവിടുത്തെ വാക്കുകൾ കേട്ടുകൊണ്ട് ജീവിതം ആരംഭിക്കാൻ ദൈവം തന്ന അവസരം, അതോർത്ത് നമുക്കൊത്തിരി ദൈവത്തിന് നന്ദി പറയണം. നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എത്ര തീക്ഷ്ണതയോടെയാണ് നിങ്ങൾ ഈ വചന വായനയ്ക്കായി കാത്തിരിക്കുന്നത്, വായിക്കുന്നത്, ധ്യാനിക്കുന്നത്, പകർത്തി എഴുതുന്നത് എന്നൊക്കെ അറിയുമ്പോൾ അനൽപമായ വാക്കുകൾ കൊണ്ട് വിവരിക്കാനും പ്രകടിപ്പിക്കാനും കഴിയാത്ത സന്തോഷവും ആനന്ദവും എൻ്റെ ഹൃദയത്തിലുണ്ട്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മൊവാബിനെതിരെയുള്ള വിധിവാചകം ഉച്ചരിക്കപ്പെട്ടതിന് ശേഷം യെശയ്യായിൽ നമ്മൾ കാണുന്നത് സിറിയായ്ക്കെതിരെയുള്ള വിധിവാചകമാണ്. സിറിയായെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സമയത്ത് സിറിയായെ മാത്രമല്ല, എഫ്രായിമിനെ, സമരിയായെ പ്രവാചകൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സിറിയായെ ദൈവം ശിക്ഷാവിധിക്ക് വിധേയമാക്കുമെന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ കൂടി പരാമർശിക്കുന്നത്? ചരിത്രപരമായ അന്നത്തെ സാഹചര്യമനുസരിച്ച് സിറിയായും ഇസ്രായേലും യൂദായ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ഒറ്റക്കെട്ടായിരുന്നു. ദൈവനിഷേധിയായ ഒരാളോടൊത്ത്, ദൈവത്തെ മാനിക്കാത്ത, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളുടെ വിപരീത ദിശയിൽ യാത്ര ചെയ്യുന്ന ഒരാളോടൊത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പങ്കിടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മ ആചരിക്കുമ്പോൾ അവരുടെ പാതകത്തിന് കൂടി നിങ്ങൾ ഉത്തരവാദിയാകുന്നുണ്ട്. അതുകൊണ്ട് സിറിയായ്ക്ക് വന്ന് ഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും എഫ്രായിം, സമരിയ, ഇസ്രായേലും ഉത്തരവാദിയാകുന്നു എന്നതാണ് ഇവിടുത്തെ സൂചന. മനോഹരമായ മറ്റൊരു വാചകം, അങ്ങനെ വലിയ കൊടിയ വേദനയിലൂടെ സിറിയായും ദമാസ്കസും ഇസ്രായേലും കടന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ വേദനയുടെ ആധിക്യത്തിൽ സിറിയ തൻ്റെ സ്രഷ്ടാവിനെയും ഇസ്രായേൽ തൻ്റെ പരിശുദ്ധനെയും ഓർമ്മിക്കും. വേദനകളിലാണ് സന്തോഷങ്ങളിൽ തങ്ങൾ കണ്ടെത്താതിരുന്ന ദൈവത്തെ മനുഷ്യൻ കൂടുതൽ തിരിച്ചറിഞ്ഞതും കണ്ടെത്തിയതും. ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ സന്തോഷകാലങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് മൃദുസ്വരത്തിലും നമ്മുടെ സങ്കടകാലങ്ങളിൽ അത്യുച്ചത്തിൽ നമ്മളോട് അവൻ അട്ടഹസിക്കുകയും. വേദനയുടെ നാളുകൾ ദൈവം നമ്മളോട് ഉച്ചസ്വരത്തിൽ സംസാരിക്കുന്ന നാളുകളാണ്. ദൈവത്തെ കേൾക്കാൻ ഇഷ്ടപ്പെടാതെ സ്വന്തം കാതുകൾ കൊട്ടിയടച്ച ഒരു, കാതുകളെ ബധിരമാക്കിയ ഒരു ലോകത്തോടുള്ള ഉച്ചത്തിലുള്ള സംസാരവും ദൈവം അവരെ ഉച്ചത്തിൽ വിളിച്ചുണർത്തുന്നതുമാണ് വേദനകൾ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സങ്കടകാലങ്ങളെ നമ്മൾ കാണേണ്ടത് ദൈവത്തെ തിരിച്ചറിയുന്ന കാലങ്ങളായിട്ടാണ്. ജോയൽ പ്രവാചകനിലൂടെയും അതുതന്നെയാണ് ദൈവം സംസാരിക്കുന്നത്. അനുദപിക്കാനും മടങ്ങിവരാനും തയ്യാറാകാത്തൊരു ജനം വേദനയുടെ നാളുകളിൽ ദൈവത്തെ തിരിച്ചറിയും. സത്യത്തിൽ നമ്മളൊന്ന് ഓർത്തു നോക്കണം, നമ്മളാക്കിയത് നമ്മുടെ വിജയങ്ങളല്ല, സത്യത്തിൽ പരാജയങ്ങളാണ്. നമ്മളെ വളർത്തിയത് നമ്മുടെ മിത്രങ്ങളെക്കാളധികം നമ്മൾ ശത്രുക്കളെന്ന് വിചാരിച്ചവരാണ്. നമ്മളെ പടുത്തുയർത്തിയത് നമുക്ക് നന്മ ചെയ്തവരെക്കാളധികം നമ്മളെ ദ്രോഹിച്ചവരാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഏറ്റവും നല്ലതും ഏറ്റവും ശക്തിയേറിയതും
ഏറ്റവും ഫലദായകവുമായതെല്ലാം പുറത്തു വരുന്നത് അയാൾ പരമാവധി ഞെരുക്കപ്പെടുമ്പോഴാണ്. നിങ്ങളൊരു നാരങ്ങ എടുക്കുക. ആ നാരങ്ങയുടെ പുറത്ത് നിങ്ങൾ മൃദുവായി സ്നേഹത്തോടെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ നാരങ്ങാ നീര് പുറത്തു വരുന്നില്ല. എന്നാൽ ആ നാരങ്ങ നിങ്ങൾ മുറിച്ച് അത് നന്നായി പിഴിയുമ്പോൾ, സ്ക്വീസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ജ്യൂസ് പുറത്തു വരുന്നത്. നിങ്ങളുടെ അകത്തെ ഏറ്റവും നല്ലത് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ കഠിനമായി ഞെരുക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ലതിനെ വെളിയിൽ കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ അവസാന ശ്രമത്തിൻ്റെ ഭാഗമാണ് ജീവിതത്തിലെ വേദനകളും സഹനങ്ങളും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അഭ്യസിച്ചു. അതുകൊണ്ട് തകർച്ചകളെ പ്രതി ദൈവത്തെ സ്തുതിക്കണം എന്നൊരു ആത്മീയ പാഠം കേരളത്തിലെ കരിസ്മാറ്റിക് ശുശ്രൂഷകളുടെ ആരംഭകാലത്ത് ഈ ദേശത്ത് പ്രഘോഷിക്കപ്പെട്ട ഒരു ദൈവദൂതാണ്. തകർച്ചകളെ പ്രതി ദൈവത്തെ സ്തുതിക്കണം. ജീവിതത്തിലെ നമ്മൾ കടന്നുപോയ പ്രധാനപ്പെട്ട ദുഃഖങ്ങളെ, ദുരിതങ്ങളെയൊക്കെ ഒന്ന് ഓർത്തെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നല്ല കാലങ്ങളെക്കാൾ അധികം നന്മ കൊണ്ടുവരാൻ പോകുന്നത് ഒരുപക്ഷെ ആ തകർച്ചകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന സന്ദർഭങ്ങളായിരിക്കും. ജോയേൽ പ്രവചനത്തിലെ മനോഹരമായ മറ്റൊരു സൂചന പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതാണ്. ആ നാളുകളിൽ എല്ലാവരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. സാർവത്രികമായി എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്ന സൂചന പെന്തക്കോസ്തായെക്കുറിച്ചാണെന്ന് നമുക്കറിയാം. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും. ദാസൻ, ദാസി എന്ന് പറയുന്ന വാക്ക് അടിമ എന്ന വാക്കാണ്. അടിമയുടെ മേൽ എന്ന് പറഞ്ഞാൽ എന്നെ മറ്റൊന്നിലും തങ്ങൾക്ക് ആശ്രയം വെക്കാനില്ലാത്ത വിധത്തിൽ സമ്പൂർണമായി അന്ധമായി ആശ്രയിക്കുന്നവരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എന്നാണ്. കാരണം ദൈവാത്മാവ് സഹായകനാണ്. സഹായം ആവശ്യമില്ലാത്ത ഒരാൾക്ക് സഹായകനെ നൽകപ്പെടുമെന്ന് കരുതാനാവില്ല. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിന്റെ ദാസന്മാരും ദാസിമാരും പ്രവചിക്കും. ദൈവം സംസാരിക്കുന്ന 3 വഴികളാണ് അവിടുത്തെ സൂചന: സ്വപ്നം, ദർശനം, പ്രവചനം. സ്വപ്നം കാണാനും ദർശനം കാണാനും പ്രവചനം നടത്താനും ദൈവാശ്രയബോധമുള്ളൊരു തലമുറ ഈ കാലഘട്ടത്തിൽ ഇനിയും വളർന്നു വരേണ്ടിയിരിക്കുന്നു. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. ദർശനങ്ങളില്ലാത്തത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. പ്രവചിക്കാൻ കഴിയാത്തതും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ജോൺ പോൾ മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചതുപോലെ നമുക്ക് ആ മാളിക മുറിയിലേക്ക്, ആ അപ്പർ റൂമിലേക്ക് ഒരു 2ാം പെന്തക്കോസ്തായ്ക്കായി ഒരുമിച്ച് മടങ്ങിപ്പോകേണ്ടതുണ്ട്. സുഭാഷിതങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നുവെന്നും അവിടുന്ന് അതിൽ കഷ്ടത കലർത്തുന്നില്ല എന്നും നമ്മൾ വായിച്ചു. നിലനിൽക്കുന്ന സമ്പാദ്യവും സമ്പത്തും സമൃദ്ധിയും അഭിവൃദ്ധിയുമെല്ലാം നൽകുന്നത് ദൈവത്തോടുള്ള ഭക്തിയാണ്, കർത്താവിനോടുള്ള ഭക്തിയാണ്, കർത്താവിൻ്റെ അനുഗ്രഹമാണ്. താൽക്കാലികമായ സാമ്പത്തിക നേട്ടങ്ങളല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. നിലനിൽക്കുന്ന സമ്പത്ത് അത് ദൈവത്തിൽ നിന്ന് മാത്രം വരുന്നതാണ്. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. 199-ാമത്തെ ദിവസത്തിലേക്ക് അങ്ങ് ഞങ്ങളെ എത്തിച്ചു. ദൈവമേ, പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വപ്നങ്ങളുണ്ടാകാനും ദർശനങ്ങളുണ്ടാകാനും പ്രവചനങ്ങളുണ്ടാകാനും കഴിയുന്ന ഒരു കാലം ഞങ്ങൾക്ക് തരണമേ. വേദനയുടെ നാളുകളിൽ ഞങ്ങളുടെ വാതിൽപ്പടിയിൽ മുട്ടിവിളിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനും കാണാനും അനുഭവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. സങ്കടങ്ങൾ ഞങ്ങളെ അങ്ങ് തള്ളിക്കളഞ്ഞ കാലങ്ങളല്ല, മറിച്ച് ഞങ്ങളെ കൂടുതൽ സ്നേഹത്തോടെ തേടിയെത്തിയ കാലങ്ങളാണെന്ന് മനസ്സിലാക്കാനും ഞങ്ങളെ ഒരുക്കണമേ. ദൈവമായ കർത്താവെ, നാളെ ഞങ്ങൾ 200-ാമത്തെ ദിവസത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ നാളുകളിലെല്ലാം അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച നന്മകൾക്ക് ഒരുപാട് അങ്ങേക്ക് നന്ദിയും ആരാധനയും സ്തുതിയും സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, വളരെ എക്സൈറ്റഡായി, വളരെ സന്തോഷത്തോടെ നമുക്ക് ഇന്നത്തെ വായന പൂർത്തിയാക്കാം. നാളെ 200-ാമത്തെ ദിവസം. നന്നായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവത്തോട് ഒത്തിരി നന്ദി പറഞ്ഞ് നമുക്കിനി മുന്നോട്ടുള്ള 165 ദിവസങ്ങൾ പൂർത്തിയാക്കാൻ പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. വചനം വായിച്ച് മുന്നോട്ട് നീങ്ങുന്ന നമ്മുടെ കൂടെ എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുമല്ലോ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും നല്ലൊരു ദിവസം നമുക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.